Welcome back to Sudhi's Cookhouse. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മിൽക്ക് റൊട്ടിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ മതി. അപ്പം വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. മിൽക്ക് റോട്ടി തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ പറയുന്ന എല്ലാം ഇനിയും 2 കപ്പിനുള്ള മൈദയ്ക്കുള്ള അളവുകളാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പാൽപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടറെല്ലാം നമ്മുടെ ഈ പൊടിയുടെ കൂട്ടത്തിലൊക്കെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനിയും ഇളം ചൂട് പാലാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിനെ കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കുക. അപ്പം നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് ലൂസാകട്ടെ. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു പരുവത്തിൽ ഇത് ലൂസായിട്ട് വന്നാൽ മതി. അതിനുശേഷം നമ്മളിതിനെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒട്ടും ലൂസായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളിതിനെ ചെറിയ ബോൾസ് ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കാനാണ് പോകുന്നത്. ഇതിനി ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുഴച്ചിട്ട് അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ഇതിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഏകദേശം ഒരു 6 ബോളിനുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതിനെ ഡയറക്റ്റായിട്ട് അങ്ങ് പരത്തി കൊടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെയല്ല, ഇത് വേറൊരു രീതിയിലാണ് പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ പരത്താനായിട്ട് നമ്മളൊരു ഉരുള മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി റൗണ്ടിൽ തന്നെ പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. അതിനുശേഷം ഇപ്പം ഞാനിത് പൊടി ചേർക്കാതെയാണ് കേട്ടോ പരത്തിയിരിക്കുന്നത്. എനിക്ക് പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് പരത്തിക്കോളൂ. ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ പരത്തിയതിന് ശേഷം കുറച്ച് പഞ്ചസാര എടുത്ത് ഇതിലൊന്ന് വിതറി കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു ശകലം മതി. ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയെ വരത്തുള്ളൂ. നമ്മളൊന്ന് വിതറി കൊടുക്കുക. വിതറി കൊടുത്തിട്ട് നമ്മളിതിനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ പോവാണ് ഒന്നും കൂടെ. അതിനായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ ക്രോസ് ആയിട്ട് 2 സൈഡും ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റുള്ള 2 സൈഡും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം നമുക്കൊരു സ്ക്വയറിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുത്ത് പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് പരത്തി കൊടുക്കുക. ഇതെന്നിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ബബിളായിട്ട് നമുക്കിത് കിട്ടും. ഉള്ളിൽ ആ പഞ്ചസാരയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിൽ കിട്ടും. ഇനി നമുക്കിങ്ങനെ പരത്തിയതിനെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നമ്മളൊന്ന് ചുട്ടെടുക്കാനായിട്ടാണ് പോകുന്നത്. തിരിച്ച് മറിച്ച് വിട്ട് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബട്ടറും കൂടെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നമ്മുടെ പാനിൽ നിന്ന് മാറ്റി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ മാവും നമ്മൾ ചെയ്തെടുക്കുക. ഇത് നമ്മൾ നല്ല എരിവുള്ള കറിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ലതാണ്. അല്ലാണ്ട് തന്നെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ഇതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.